പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റമദാൻ സീരീസിൻ്റെ വീഡിയോസ് കുറേ ആയിട്ട് ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഒരു ബോട്ടിലായിട്ട് ആണ് കേട്ടോ, റമദാൻ തീമിലുള്ള. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ബോട്ടിലെടുക്കുക, എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അതിലത്തെ പെയിൻറ്റുകളും കളറുകളും ഒക്കെ പരമാവധി കളയാൻ പറ്റുന്നിടത്തോളം കളഞ്ഞ് കഴുകി ഉണക്കി എടുത്തിട്ടുണ്ടെന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഞാൻ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി ഇതിന് ശേഷം ഇതിലോട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് പെയിൻറ്റ് വേണമെങ്കിലും ഇതിലോട്ട് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളുടെ ഇഷ്ടമാണ് ഏത് പെയിൻറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ. അക്രിലിക് പെയിൻറ്റോ സ്പ്രേ പെയിൻറ്റോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന പെയിൻറ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഈ ഒരു സ്പ്രേ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഗോൾഡൻ കളറിലുള്ള സ്പ്രേ പെയിൻ്റാണ് കേട്ടോ. അപ്പോൾ ബോട്ടിലൊക്കെ സ്പ്രേ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒറ്റ കോട്ട് കൊണ്ട് തന്നെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ മറ്റുള്ള പെയിൻറ്റുകൾ കൊടുക്കുമ്പോൾ അത്രയും ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഗോൾഡൻ കളർ പെയിൻറ്റ് കൊടുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉണക്കി എടുത്തതിന് ശേഷം ആണ് ഇനി ബാക്കിയുള്ളത് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ എടുത്തിട്ട് ചെയ്തതിന് ശേഷം ബോട്ടിൽ നന്നായിട്ട് ഉണക്കിയെടുക്കുക. ആ പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം ചെയ്യാം. ബ്ലാക്കിൽ ആണ് ചെയ്യുന്നത്. നമ്മൾ ഗോൾഡ് ബേസ് കൊടുത്തുകൊണ്ട് ബ്ലാക്കാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്റ്റാർസും അതേപോലെ തന്നെ ക്രസൻറ്റ് മൂൺസുമാണ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതാണല്ലോ നമ്മുടെ റമദാൻ വരുന്ന ഒരു തീം. അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഇപ്പോൾ ഈ കാണുന്ന പോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. എൻ്റെ സൗണ്ടിന് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും, സുഖമില്ലാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മുടെ റമദാനൊക്കെ തീരാറായി തുടങ്ങി. സൗണ്ടൊക്കെ ശരിയായിട്ട് വീഡിയോ ഇടാൻ വെച്ചാൽ നടക്കില്ല. ഓൾറെഡി റെക്കോർഡൊക്കെ ചെയ്ത് വെച്ച വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അതിന് റമദാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓൾറെഡി റെക്കോർഡൊക്കെ ചെയ്ത് വെച്ച വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങ് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സൗണ്ടിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്, ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ വരച്ച് കൊടുത്തതിലൊക്കെ കുറച്ച് സ്റ്റാർസ് പോലെ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റാർസ് വരയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. 2 ട്രയാങ്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് കഴിഞ്ഞാൽ സ്റ്റാർസ് ആവും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വരച്ച് കൊടുക്കുന്നത് ആ ഒരു ഇതാണ്. പിന്നെ കുറച്ച് ഡോട്ട്സൊക്കെ അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ബ്ലാങ്ക് ആയി കിടക്കുന്ന പോലെ തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സ്റ്റാർസ് കേട്ടോ. അപ്പോൾ അതിൽ ചുറ്റും നമ്മളിങ്ങനെ നീളം കൂട്ടിയിട്ടും കുറച്ചിട്ടും ലൈൻസ് വരച്ചിട്ട് അതിലെല്ലാം സ്റ്റാർസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കിനി വരച്ച് കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരെണ്ണം മാത്രം കണ്ടോ നീളത്തിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ക്രസൻറ്റ് മൂൺ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ക്രസൻറ്റ് മൂൺ വരയ്ക്കാൻ ജസ്റ്റ് ഒരു സീ കർവ് ഇങ്ങനെ വലുതാക്കി വരച്ചിട്ട് എല്ലാവർക്കും അറിയായിരിക്കും. ഇനിയിപ്പോൾ അങ്ങനെ വരയ്ക്കാൻ അറിയുന്നില്ലെങ്കിൽ ഒരു ബോട്ടിലോ ക്യാപ്പോ എന്തെങ്കിലും എടുത്തിട്ട് റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും എടുത്തിട്ട് വെച്ച് വരച്ചതിന് ശേഷം അതിൻ്റെ ഹാഫ് സർക്കിൾ വരച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലൊരു ക്രസൻറ്റ് മൂണും കൂടെ വരച്ച് കൊടുത്ത് അതങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ട് ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് റമദാൻ തീമിൽ ഒരു ഹോം ഡെക്കോർ ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ അതേപോലെ വരച്ച് ഒരു ക്രസൻറ്റ് മൂണിൻ്റെ ഷേപ്പിലോട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ കൊടുക്കാം. ഇനി ക്രസൻറ്റിൻ്റെ ഈ സൈഡിൽ കുറച്ച് സ്റ്റാർസും കൂടെ വരച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ക്രസൻറ്റ് മാത്രമായിട്ടിരിക്കുമ്പോൾ അത്ര ഭംഗിയായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമ്മളൊരു കുറച്ച് സ്റ്റാർസും കൂടെ വരച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് കോഡ്സ് എഴുതി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണാറില്ല ക്രസൻറ്റ് മൂണിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പ്രേ ചെയ്യുന്ന ആ പിക്ചർ, അതൊക്കെ വരച്ച് കൊടുക്കാട്ടോ. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് എന്ത് വരച്ച് കൊടുക്കണം എന്നുള്ളത്. അപ്പം ഞാനിവിടെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രസൻറ്റിൻ്റെ ഉള്ളിൽ സ്റ്റാർസാണ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എവിടേക്കാണ് നമുക്ക് കുറച്ചുകൂടി വേണമെന്ന് തോന്നുകയാണെങ്കിൽ അവിടെയൊക്കെ വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഞാൻ കുഞ്ഞു കുഞ്ഞു സ്റ്റാർസ് വരച്ച് കൊടുക്കുകയാണ്. നേരത്തെ ആ ഡോട്ട് ഇട്ട ഭാഗങ്ങളിലും ഞാൻ ആ ഡോട്ടുകളൊക്കെ സ്റ്റാറാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ആ ടോപ്പ് വരുന്ന ഭാഗം പ്ലെയിനായിട്ട് കിടക്കുന്ന പോലെ തോന്നി. അപ്പോൾ അവിടെയും ഒരു സ്റ്റാറിൻ്റെ ലുക്ക് വരുന്ന പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ മെത്തേഡ് തന്നെ നിങ്ങൾക്ക് ഗ്ലിറ്റർ പൗഡർ യൂസ് ചെയ്തിട്ടും ചെയ്യാം. അപ്പോഴും നല്ല രസമായിരിക്കും ഇവിടെ കാണാൻ. ഈ വരച്ചതിന് പകരം പെയിൻറ്റിന് പകരം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലിറ്റർ പൗഡർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇത് ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇത്രയുള്ള പരിപാടി. നല്ല അടിപൊളി ബോട്ടിലായിട്ടാണ്. ഈ ഒരു നല്ല ഗ്രാൻഡ് ലുക്ക് കളേഴ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഇത് റമദാന് നമുക്ക് ഇഫ്താറിനൊക്കെ പോകുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ റമദാൻ തീമിൽ നമ്മുടെ വീട് ഒരുക്കുമ്പോൾ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലൊരു ബോട്ടിലായിട്ടാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് പോലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലായിട്ടാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ആയി തുടങ്ങിയല്ലോ നമ്മുടെ റമദാൻ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.